ഹലോ. അപ്പോൾ ഇന്ന് നവംബർ 6 നമ്മൾ കൊച്ചിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്നലെയും കളി കഴിഞ്ഞു, അതായത് 4th 5th 2 മാച്ചായിട്ട് കഴിഞ്ഞു. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ, അതിൽ ഒരു മാച്ചിൻ്റെ ഇട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു മാച്ച് നടന്നു. അതിൽ വീണ്ടും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം അതിവിദഗ്ധമായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടി ഉണ്ട് മാച്ച്. നവംബർ 6 വൈകുന്നേരം 6 മണിക്കാണ്. പിന്നെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്, നവംബർ 6. അപ്പോൾ ഇന്ന് വൈകുന്നേരം പിന്നെ വേറൊരു ഫംഗ്ഷനും ഉണ്ട്. നമ്മുടെ സ്വന്തം ഗബ്രിയുടെ സിസ്റ്ററിൻ്റെ മധുരം വെപ്പാണ്, എൻഗേജ്മെൻറ്റിൻ്റെ ഒരു മധുരം വെപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അത് കുറച്ച് പ്രൈവറ്റ് സെറമണി ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ കിട്ടുന്ന സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇടാം, അത്രേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം, അങ്കമാലിയിൽ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗബ്രീൻ്റെ പ്രോഗ്രാം പോകും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻഗേജ്മെൻറ്റിന് ഇപ്പോൾ ഞങ്ങളിവിടെ കൊച്ചിയിലുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇന്നത്തെ പ്രോഗ്രാം ഗബ്രീൻ്റെ വീട്ടിൽ നടത്താമെന്ന് പോവാമെന്ന് വിചാരിച്ചു. ഞാനല്ല നടത്തുന്നത്, അവരാണ് നടത്തുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ചുള്ള പ്രോഗ്രാമിൽ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ കുളിച്ച് റെഡിയായി കുട്ടപ്പത്തി ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകണുള്ളൂ. അത് കഴിഞ്ഞിട്ട് സായിക്ക് ഡ്രസ്സ് വാങ്ങാണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യണം. മുടി കണ്ടോ കുളിച്ചിട്ട് ആകെ എൻ്റെ ഒറിജിനൽ മുടി ആയിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യണം. അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ, ഇനി പിന്നെ സിജോ ലിനോ വരും. ഇന്ന് അവരിന്നാണ് വരുന്നത് പോണത്. ഞങ്ങൾ ശരിക്കും പിന്നെ പോകണമെന്ന് വിചാരിച്ച എൻഗേജ്മെൻറ്റിന്. ഇതിപ്പോൾ ഇന്ന് മധുരം വെപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് പരിപാടി നോക്കട്ടെ. നമ്മൾ വൃന്ദാവൻ പറഞ്ഞ വെജിറ്റേറിയൻ ഹോട്ടലിൽ വിട്ട ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് 2 പൂരി. ഹോട്ടലിൽ കയറി അപ്പഴേക്ക് തമിഴ് വരും. അപ്പോൾ അങ്ങനെ എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് എക്സോട്ടിക്കൽ, നമ്മൾ സ്ഥിരം വരുന്നതാണ് എക്സോട്ടിക്കൽ കൊച്ചിയിലുള്ള ഷിയാസ്ട്രോൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ സെറ്റാക്കി. എനിക്ക് വിചാരിക്കും എപ്പോഴും മുടി ഇങ്ങനെ സെറ്റാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പഴയ മുടിയാണ് നല്ലത്, ഈ സ്ട്രേറ്റും ചെയ്യുന്നതിനേക്കാളും നല്ലതെന്ന്. സ്ട്രേറ്റ് ചെയ്യില്ല, സെറ്റാക്കി ബ്ലോ ഡ്രൈ ചെയ്യരുത്. അപ്പോൾ നോക്കട്ടെ, ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇനി നേരെ എൻ്റെ സ്വന്തം ഒറിജിനൽ ഹെയർ. എൻ്റെ ഈ ഹെയറാണോ മറ്റേ ഹെയറാണോ രസം? ഈ ഹെയറാണോ മറ്റേ ഹെയറാണോ രസം? ഈ ഹെയർ രസം? എനിക്ക് മറ്റേ ഹെയറൊക്കെ ഇഷ്ടം തോന്നുക. നിങ്ങൾ ബാനറായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ. യെസ്, മാഡ്ലി യമ്മി, സ്നേഹ ഫാൻ അസോസിയേഷൻ, സ്നേഹ ആർമി. പിന്നെ ഈ കാണുന്ന ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മല്ലു ക്രിക്കറ്ററിൻ്റെ പേജിൽ നിന്ന് ഞാൻ എഡിറ്റ് തീർത്താണ്. കാരണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കട്ട് തീർത്താണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചെയ്യുന്നു, സോൾവ് ആയതിനെക്കുറിച്ചൊക്കെ ചെയ്യുന്നു. പിന്നെ ഉണ്ണിയേട്ടൻ നല്ല അടിപൊളി വൈബ് ചെയ്യുന്നു കേട്ടോ. നല്ല ഓപ്പണായിട്ട് എല്ലാ കാര്യം പറയുന്നുണ്ട്. എന്നോടും ചോദിച്ചു, ഞാൻ ഉണ്ണിയേട്ടൻ്റെ കാര്യങ്ങളും ചോദിച്ചു. ആൾ നല്ല അടിപൊളി മനുഷ്യനാണ് കേട്ടോ. ഇൻഡസ്ട്രിയിൽ എന്തായാലും പൊളിയാവട്ടെ, എല്ലാ ഹിറ്റുകളും ഇനി ഉണ്ടാവട്ടെ.
അപ്പോൾ എല്ലാം പറഞ്ഞു കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ലാസ്റ്റ് അങ്ങനെ നമ്മൾ 3-0 തോറ്റിരിക്കുന്നു. 3 കളിയും അങ്ങനെ കേരള സ്ട്രൈക്കേഴ്സ് ജയിച്ചിട്ടുണ്ട്. കുഴിമന്തി ഇക്കുബായി കൊണ്ടുവന്ന മന്തിയല്ല, സോറി, ചിക്കൻ ഷവായി. സെലിബ്രിറ്റി സിജോയും ലിനോയും വന്നിട്ടുണ്ട്. സെലിബ്രിറ്റി ലിനു ആൻഡ് സിജോ. ഇക്കുബായി ഇക്കുബായി. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി തന്നെ തിരിച്ചു പോന്നു. രാവിലെ 4 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ.